നമസ്കാരം. നാടും നമ്മളും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യനും മണ്ണുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നാടും നമ്മളും പരിപാടി മുന്നോട്ട് പോകുന്നത്. ഈ അധ്യായത്തിൽ കണിമൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പാത്രങ്ങളും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലവും അത്തരം ആളുകളെയും പരിചയപ്പെടും. നല്ല കളിമണ്ണ് തന്നെയാണ് ഈ ഉൽപ്പന്നങ്ങളുടെ കാതൽ. കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ചവിട്ടിക്കുഴച്ച് കട്ടകളാക്കി ഈ കാണുന്ന യന്ത്രത്തിലിടും. ഓരോ ഉൽപ്പന്നത്തിനനുസരിച്ച് വിവിധ തരത്തിൽ കുഴച്ചവ പുറത്തെത്തും. നിർമ്മിക്കുന്ന ആളുടെ മുന്നിലേക്ക് എത്തിയാൽ അദ്ദേഹമാണ് നിർമ്മിക്കേണ്ട ഉൽപ്പന്നത്തിന്റെ അളവിനനുസരിച്ച് കാലുകൊണ്ട് തിരിക്കാവുന്ന ഈ യന്ത്രത്തിലേക്ക് മണ്ണെടുത്ത് വയ്ക്കുന്നത്. കൈയും കാലും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ കരവിരുതിന്റെ കളിമൺ കാഴ്ചകൾ നമുക്ക് മുന്നിൽ സാധ്യമാവും. ഞാൻ ഈ പണി തുടങ്ങി 35 വർഷമായി. ചെടിച്ചട്ടി ഉണ്ടാക്കാൻ എളുപ്പം, മുകളിലായിട്ടെങ്കിൽ താമസിക്കും. ഇതിലേക്ക് വേണ്ടി ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല. ഇല്ലല്ല, അവർ വിദ്യാഭ്യാസപരമായിട്ടുള്ള കണ്ടലിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിനെ മണലെല്ലാം ചേർത്ത്, മണലും വെള്ളവും എല്ലാം ചേർത്ത് ഞങ്ങൾ ചവിട്ടി കുഴച്ച് പക്കമില്ലെ കൊണ്ടുവന്ന് അടിച്ചെടുത്തുകൊണ്ട് ഇവിടെ വരുമ്പോഴേ അതിനെ മിക്സിങ് ആവുള്ളൂ.
കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനായാണ് സമയവും ശ്രദ്ധയും ഏറെ വേണ്ടത്. ചെടിച്ചട്ടികൾ ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും കൃത്യമായ പരിശീലനത്തിലൂടെ മാത്രമേ അതും സാധ്യമാകൂ. മണ്ണിനോടൊപ്പം മനസ്സ് സഞ്ചരിച്ചാൽ മാത്രമേ വിരല് കൊണ്ടുള്ള ഈ മാന്ത്രിക രൂപം നമുക്ക് ലഭ്യമാകൂ. 8 മുതൽ 12 ഇഞ്ച് വരെ വലിപ്പത്തിലുള്ള ചെടിച്ചട്ടികളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. 35 വർഷമായി ഈ തൊഴിൽ രംഗത്ത് 2 സുനിൽമാരുണ്ട്. ഇവർ തന്നെയാണ് ഇവിടുത്തെ പ്രധാനികൾ. ആദ്യം വീട്ടിൽ ഇങ്ങനെയുള്ള തൊഴിലൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ കമ്പനിയിൽ ട്രെയിനിങ്ങിന് പോയി അവിടുന്ന് പഠിച്ചു വന്നതാണ്. ഒരു ചട്ടി പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് എടുക്കും. ഒരു ദിവസം ഒരു 10-60 എണ്ണം അങ്ങനെയൊക്കെ ചെയ്യുക. പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം, പഠിക്കാനേ പാടുള്ളൂ. പഠിക്കാൻ ഒരുമാതിരിപ്പെട്ടവരും പെട്ടെന്നൊന്നും ഇത് പഠിക്കാൻ പോകില്ല. ഇനിയുള്ള തലമുറകളൊന്നും പോകില്ല. ഇപ്പോൾ എൻ്റെ മക്കളാരും ഇതിനൊന്നും അങ്ങോട്ടും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ പണ്ട് ഇത് തന്നെ ജോലിയായിരുന്നത്. നമ്മൾ തലമുറകളാരും ഇതിന് വരില്ല ഇങ്ങോട്ട്. ഇപ്പോൾ ഇത് ഗൂസ, ഇത് മോഡൽ ഐറ്റം, ഇത് തുകേട്ടി എല്ലാം പിടിക്കുക കണ്ടു. പിന്നെ നമ്മൾ ഒരു ഇതിലിരിക്കാൻ നേരത്തെ ഒരു ഐറ്റം അങ്ങ് പിടിക്കുമായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് ഇട്ടിട്ട് പോകാനൊക്കെ തോന്നും, നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു ഇതൊക്കെ വരിക അതുകൊണ്ട്. പിന്നെ ഈ പണി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അതേ ഉള്ളൂ. അളവ് നമുക്ക് ഒരു 10 ഇഞ്ച് അളവ്, 10 ഇഞ്ച് പിടിക്കുന്ന ചട്ടിക്ക് കൊണ്ട് 11 അളവിടും. മണ്ണിൻ്റെ കണക്കാക്കി ഇടുക അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ വെന്ത് വരാൻ നേരത്ത് 10 ഇഞ്ച് കാണും. ഞാറയിൽ മണ്ണിടാൻ നേരത്ത് നമുക്കറിയാം. അതുകൊണ്ട് കറക്റ്റ് 11 ഇഞ്ച് 11 നമുക്ക് അവിടെ ഇടാം. ചിലപ്പം ചില മണ്ണ് കുറവ് വരും അതുകൊണ്ട്. ഈ മണല എന്തെങ്കിലും കുറവ് വരണമെങ്കിൽ അത് ശരി ഇത് വരും അതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കായം ചിലപ്പം കൂടുതലിടും, ചിലപ്പോൾ 11 ഇടും. അങ്ങനെയാണ്. അഞ്ചിലധികം ഘട്ടങ്ങൾ കടന്നാണ് ചെടി വയ്ക്കാവുന്ന പരുവത്തിലോ നമുക്ക് ഉപയോഗിക്കാവുന്ന പരുവത്തിലോ ഉള്ള ഒരു മൺപാത്രം ഉണ്ടാവുക. രൂപപ്പെടുത്തിയെടുത്ത ചെടിച്ചട്ടി ഉണങ്ങാനായി മാറ്റിവെക്കും. പാതി പരുവപ്പെട്ട് കഴിഞ്ഞാൽ കുറെ കൂടി വൃത്തിയാക്കി ഭംഗി കൂട്ടും. പിന്നീട് നേരെ ചൂളയിലേക്ക്. ചൂളയിൽ കൃത്യമായി അടുക്കി വെച്ച് പതിയെ ചൂട് കയറ്റി തുടങ്ങിയാൽ ഈ കറുത്തിരിക്കുന്ന എല്ലാ ചട്ടികളും ചുവന്നു തൊടുത്ത് കുറെ കൂടി സൗന്ദര്യം വയ്ക്കും. ഇനി കുറച്ചുകൂടി നിറം വേണമെങ്കിൽ പ്രത്യേകം ലഭിക്കുന്ന മറ്റൊരു മണ്ണുകൂടിയുണ്ട്. അത് കലക്കി പുറമേ തേച്ചു പിടിപ്പിച്ച ശേഷം ചൂളയിൽ വെച്ചാൽ മിനുസവും നല്ല നിറവുമുള്ള ചട്ടികളായി മാറും. ചെറിയ ആക്സോ ബ്ലേഡിന്റെ കഷ്ണവും പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് കവറിന്റെ ഒരു ഭാഗവും ഉണ്ടെങ്കിൽ ഈ ചെടിച്ചട്ടികൾ ഭംഗി കൂട്ടിയെടുക്കാം. ഞാൻ ഒരു 15 വയസ്സ് മുതലേ പഠിച്ചു തുടങ്ങി. SSLC ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങളുടെ ആൾക്കാർക്കെല്ലാം ഈ തൊഴിലാണ്. ഇതിൽ നിന്നും കഷ്ടപ്പെട്ടാണ് ഞങ്ങളെല്ലാം അച്ഛനും അമ്മയൊക്കെ വളർത്തിയിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയൊക്കെ ഇത്രയും ഉള്ള വലിയ കലമൊക്കെ തട്ടുമായിരുന്നു. അച്ഛനൊക്കെ ഈ വർക്ക് തന്നെയാണ് ചെയ്യുമായിരുന്നത്. അത് പോയിട്ട് ഈ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അതിനുള്ള യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. ഡിസൈൻ രൂപങ്ങൾക്ക് പുറമെ കലങ്ങൾ തയ്യാറാക്കാനാണ് കുറച്ചധികം സമയം വേണ്ടിവരുന്നത്. കളിമണ്ണെടുത്ത് ക്ഷമയോടെ ഉരുട്ടിയെടുത്താണ് കലങ്ങളുടെ നിർമ്മാണം. ആറ്റുകാൽ പൊങ്കാലയ്ക്കുൾപ്പെടെ ഇവിടെ നിന്നാണ് കലങ്ങൾ കൊണ്ടുപോകുന്നത്. വടിയും കല്ലും ഉപയോഗിച്ച് വളരെ സാവധാനമടിച്ചാണ് കലങ്ങൾ രൂപപ്പെടുത്തുന്നത്. കല്ല് കളിമണ്ണിന്റെ ഉള്ളിലേക്ക് വെച്ച് പുറമെ ഈ പലക കൊണ്ട് തട്ടിയെടുക്കുമ്പോൾ കലങ്ങൾ തയ്യാറാകും. പിന്നീട് യന്ത്രത്തിൽ വെച്ച് തന്നെയാണ് അവസാനവട്ട മിനുക്കുപണികൾ. എല്ലാം ഇത് മെഷീനാണ്. നമ്മളിത് കൈ കൊണ്ടാണ് വലിയ പാന അടിച്ച്. ഇത് കല്ലാണ്, ഇത് കല്ല്, ഇതിൻ്റെയൊക്കെ പലവയാണിത്. ഇതായാലേ ഇതിങ്ങനെ ആവുള്ളൂ.
മറ്റേ അതൊക്കെ ഉണ്ടാക്കുന്നത് മെഷീനിൽ ഇങ്ങനെ ആക്കി വെച്ച് അതെന്നാലും ഫിനിഷ് ചെയ്യണം. പിന്നെ നമുക്കുള്ള ജോലി കൈ തൊഴിലാണ്, ഒരേ ഇരിപ്പിരിക്കണം. വയസ്സായി വന്നാൽ കാലിൻ്റെ മുട്ട് വയ്യ, എഴിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ഈ ജോലിക്ക് വന്ന് ചെയ്യാണ്. ആയി വരാൻ 10-20 എണ്ണമൊക്കെ ഒരു ദിവസം നമുക്ക് ഇത് ഉണ്ടാക്കാം. ഒരു ദിവസം നമ്മൾ കൈ കൊണ്ട് തട്ടി നിരവണം, ഇങ്ങനെ ഫിനിഷിങ് ആവണം, ഇങ്ങനെ തട്ടി നിരവണം. ഈ ഇങ്ങനത്തെ പലവയിട്ട് തട്ടി ഇത് നിരവണം. അങ്ങനെയാണ് ഇത് ചെയ്യണം. ഇത് നേരത്തെ ഒന്നും ഞാൻ കാണിച്ചു തന്നല്ലോ, അത് മൂടുകൂട്ടി അത് ആ കിട്ടിരുന്നതാണ് ഇത്. പിന്നെ ഇത് ഒരു ചെറിയ പലവ കൊണ്ട് ഇങ്ങനെ നിരവി വന്നു. എന്നിട്ട് ഇതിനെ ഇനി മെഷീനിൽ വെച്ച് നല്ല ഒരു ഇതൊക്കെ ചെയ്യും. എന്നാലേ ഇത് ഭംഗി വരുള്ളൂ. ആറ്റുകോവിലത്തേക്കാണ് കൊണ്ടുപോകണേ. അത് 1/2 കിലോ അരി എന്ന് പറയുമ്പോൾ ഇത്രയുള്ള ഇത് പനയ്ക്കും 250-ൻ്റെ അതാണ്. അങ്ങനെ വെച്ചാണ് ആക്കണത്. അപ്പോൾ ഇതിനുള്ള ആൾക്കാർ അതിൽ ആ മെഷീനിൽ വെച്ച് ഇങ്ങനെ അതുകൊണ്ട് അതിനെ ഫിനിഷ് ചെയ്യും പോലെ ആക്കി. പിന്നെ കളറ് ആക്കണതുണ്ട്. ഈ കാവി അടിക്കുമ്പോൾ നല്ല എത്തി കൂടെ നല്ല ഭംഗി വീഴാറുണ്ട് ഇങ്ങനത്തെ കലങ്ങളിൽ. രൂപപ്പെടുത്തിയെടുത്ത മൺപാത്രങ്ങളും ചെടിച്ചട്ടികളുമെല്ലാം വെയിലത്ത് വെച്ചുണക്കി അടുക്കി ചൂളയിൽ വെക്കും. കൃത്യമായി ചൂട് ചെന്നാൽ ഒരു ദിവസത്തിനുള്ളിൽ മനോഹരമായ കളിമൺ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ചൂടിന്റെ അളവ് കൂടിയാൽ ചട്ടികൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുമുണ്ട്. ഒരു സമയത്ത് നമ്മൾ ചൂളയിൽ ഇത്ര ഉണ്ടെന്ന് വെച്ചാൽ ഈ ഇതിൽ കംപ്ലീറ്റ് എല്ലാ ഐറ്റങ്ങളും കമത്തി മാത്രമേ ചുള്ള നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അത് വച്ച് തീർന്നതിന് ശേഷം മാത്രമേ നമുക്ക് പൊളിച്ചെടുക്കാനും പറ്റുള്ളൂ. ഒരു ദിവസം വേണം. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയ്ക്കാണ് നമ്മൾ തീ ഇടുന്നതെങ്കിൽ പിറ്റേന്ന് 8 മണി വരെ ആവും ഈ ഫയറിങ് നടത്തി. നമുക്ക് ആദ്യം സ്ലോയിലേ തീ കത്തിച്ച് പോകാൻ പറ്റുള്ളൂ. പതുക്കെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് വലിയതായിട്ടുള്ള ഫയറിങ് നമ്മൾ നടത്തി അത് വേവിച്ച് ഒരു ഹീറ്റുണ്ട് അതിന്. ഇത്ര ഹീറ്റിലാണ് അത് വെന്തെടുക്കുന്നത്. അത്രയും ഉണ്ട്. ഇത്തരം നിർമ്മാണങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ണ് തന്നെയാണ്. ആ മണ്ണ് ലഭിക്കാൻ ഇപ്പോൾ ഏറെ പ്രയാസവും. അമരവിളയിൽ നിന്നാണ് ഇപ്പോൾ മണ്ണ് ലഭിക്കുന്നത്. 1 ലോഡ് മണ്ണിന് 20,000 രൂപ വരെ നൽകണം. മണ്ണുള്ള സ്ഥലം കണ്ടെത്തി ഉടമയുടെ സമ്മതത്തോടുകൂടി ജിയോളജി വകുപ്പിനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അറിയിക്കണം. അവർ പരിശോധന നടത്തി അനുമതി നൽകിയാൽ മാത്രമാണ് മണ്ണ് കിട്ടുക. പ്രത്യേക പാസ് എടുത്ത് പിന്നീട് മണ്ണ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തിക്കും. കിട്ടുന്ന മണ്ണിനെ കൂന പോലെ അവിടെ എടുത്ത് അതിനെ വെട്ടി പാകമാക്കി പക്മില്ലുണ്ട്, അതിൽ കൊണ്ടുവന്ന് അരച്ച് ഓരോ ഐറ്റത്തിന് ചട്ടി. ഇപ്പോൾ ഈ വലിയ ചട്ടികളൊക്കെ പിടിക്കാനാണെങ്കിൽ 1-2 അടിച്ചെടുക്കും. പിന്നെ മോഡൽ ഐറ്റംസ് പിടിക്കാനാണെങ്കിൽ കുറച്ചുകൂടി 3-4 അടി അടിക്കും. ആ മണ്ണിനെ കൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടിടും, മനഞ്ഞ് അത് കുറച്ച് ഫിനിഷിങ് പരുവാകുമ്പോൾ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഇതുപോലെ അച്ച് വെച്ച് ഫിനിഷ് ചെയ്ത് പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അതിൽ ഹാൻഡ് വർക്കും ചെയ്ത് മോഡൽ ഐറ്റംസ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം 10 ഇഞ്ച് ചട്ടിയൊക്കെ ആണെങ്കിൽ ഇന്ന് മനഞ്ഞിട്ട് നാളെ നല്ല വെറിയ സമയമാണെന്നുണ്ടെങ്കിൽ 3-ൻ്റെ അന്ന് ഫിനിഷ് ചെയ്ത് ഹോളിടും. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു 2 ഹോളിട്ട് ഫിനിഷ് ചെയ്തെടുക്കും. അത് പിന്നെ വെയിലത്ത് വെച്ച് നല്ല ഉണക്കിയതിന് ശേഷമാണ് ചൂളയിലാക്കുന്നത്. അത് നല്ല ഉണങ്ങിയതിന് ശേഷമേ ചൂളയിൽ വയ്ക്കാവൂ. മണ്ണിന്റെ ലഭ്യതക്കുറവ് തന്നെയാണ് ഈ തൊഴിൽ മേഖലയിലേക്ക് അധികം ആളുകൾ വരാതിരിക്കാൻ കാരണം. മണ്ണ് കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ തൊഴിൽ ദിവസങ്ങൾ കുറയും. 20-ലധികം പേർക്ക് പരിശീലനം നൽകിക്കൊണ്ടാണ് വീണ്ടും സംരംഭങ്ങൾ സജീവമാകുന്നത്. പരമ്പരാഗത തൊഴിലായതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളും ഈ തൊഴിലിന്റെ ഭാഗമാകുന്നുണ്ടെന്നാണ് ചിലരുടെ പക്ഷം. ഞങ്ങളുടെ തലമുറ ഇന്ന് സ്കൂളിൽ പഠിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും എൻ്റെ കൊച്ചുമക്കളെ ഞങ്ങൾ പറയുന്നത് അവർ ഈ തൊഴിൽ പഠിക്കണമെന്നാണ്. ഒരു ദിവസം ഹോളിഡേ കിട്ടുന്ന സത്യമായിട്ട് ഞങ്ങളത് ഈ തൊഴിൽ ചെയ്യാനും കുട്ടികൾക്ക് ഇത് പിന്നെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കാനും ആഗ്രഹമാണ്. അത് ഞങ്ങൾ ഈ തൊഴിൽ ഒരിക്കലും ഞങ്ങൾ ഇല്ലാതാക്കൂല. ഇത് വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു രീതിയല്ല. ഇന്ന് എൻ്റെ ഒരു കുട്ടി കോളേജിലൊക്കെ പഠിക്കണമെങ്കിൽ തന്നെ ഇന്നും അവൾ ക്ലാസ് എടുക്കാൻ അവർ ഇത് പഠിക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെ വരെ ഞങ്ങളിത് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും ഇന്ന് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ മകളുടെ കുട്ടികൾക്ക് ഈ കരകൗശല വസ്തുക്കൾ ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് കുലത്തൊഴിൽ ഇതാണ്. ഇനി ഞങ്ങളുടെ കുട്ടികൾ എത്ര തന്നെ എൻ്റെ മകനൊക്കെ പുറത്തിരിക്കണേ അവർ ഈ വർക്ക് ചെയ്യും. ഇവിടെ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ മറിച്ച് അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. കളിമൺ ഉൽപ്പന്ന നിർമ്മാണത്തെക്കാൾ വലിയ കൂലിയും പരിഗണനയും കിട്ടുന്ന ജോലികളിലേക്കാണ് യുവാക്കൾ കൂടുതലായി പോകുന്നത്.
സാധാരണ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒന്നിന് കൂലിയായി നൽകേണ്ടത് 15 രൂപയാണ്. അതിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കുന്ന ആൾക്കും ഡിസൈൻ ചെയ്യുന്ന ആൾക്കും ഉണക്കിയെടുക്കുന്ന ആൾക്കുമെല്ലാം തുക നൽകുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കുൾപ്പെടെ ഇവിടെ നിന്ന് കളിമൺ പാത്രങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. കുടിവെള്ളം നിറച്ചു വെക്കുന്ന കൂജകൾക്കാണ് വിദേശത്ത് ആവശ്യക്കാർ ഏറെയും. ഉൽപാദനം കുറഞ്ഞതോടെ പിന്നീട് വ്യവസായം പ്രതിസന്ധിയിലേക്ക് എത്തിച്ചു. അത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ തൊഴിലാളികൾ. ചെറിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പോലും 4ഉം 5ഉം ഘട്ടങ്ങളാണ്. ഈ കാണുന്ന ചെറിയ കിളിക്കൂട് പൂർണ്ണ രൂപത്തിലേക്കെത്താൻ സമയമനുസരിച്ച് കൃത്യമായി ഓരോ നടപടികളും ചെയ്യണം. നിർമ്മിച്ചതിന് ശേഷം ഉണങ്ങിത്തുടങ്ങുന്നതിന് മുൻപേ തന്നെ കിളികൾക്ക് കയറാനുള്ള വാതിലുകൾ ഉണ്ടാക്കിയെടുക്കും. ഒപ്പം കൂട് തൂക്കിയിടാനുള്ള കയർ കടക്കാനുള്ള ദ്വാരവും. അതിനുശേഷം പാതി ഉണക്കാവുമ്പോൾ പിന്നീട് ബാക്കി മിനുക്കുപണികൾ ചെയ്യും. എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത്രയും മാർക്കറ്റിങ്ങിൽ പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ കളിമണ്ണ് കിട്ടുവാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ജിയോളജിപ്പിൽ നിന്നും പെട്ടെന്നൊന്നും അവർ ഓർഡർ കൊടുക്കില്ല കളിമണ്ണ് എടുക്കാനായിട്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. മണ്ണ് കിട്ടാത്ത പ്രശ്നമാണ് കൂടുതലും ഉള്ളത്. മണ്ണ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സിങ് നടക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റൂല. ഇതിന് പാസ് എന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തേക്ക് മാത്രമേ ഈ പാസ് തരുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ മണ്ണ് എടുത്തോളണം. ഈ കളിമണ്ണ് നമ്മൾ എടുത്തോളണം. ആ ലെവലിലാണ് ഇത് വരുന്നത്. ഏജൻസികൾ എടുത്താണ് നമുക്ക് തരുന്നത്. അപ്പോഴതിന് വില കൂടുതലുമാണ്. അത്രയ്ക്ക് വില കൂടുതലുമാണ് ഈ മണ്ണിന്. നേരത്തെ ഇത്ര ഇല്ലായിരുന്നു, ഇപ്പോഴും വില കൂടുതലാണ്. കളിമണ്ണ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും അതിൻ്റെ അനന്തസാധ്യതകളും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും മറ്റ് കാർഷിക കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.